PSC പഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആവർത്തിച്ച് കേൾക്കുക. പുതിയ പേരുകളാണ്, പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ആവർത്തിച്ച് കേട്ട് പേരുകൾ മനസ്സിൽ ഉറപ്പിക്കുക. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത് വൈരമുത്തു. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം DRDO. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്. അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് പുനീത് ഛത്വാൾ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി 2024ന്റെ വേദി ഗാന്ധിനഗർ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേശി. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം. 525 രൂപ നാണയം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ താരം മുഹമ്മദ് വാസിം. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി ദാസൻ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ. സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ. UAEയുടെ യുവജന മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. UAEയുടെ യുവജന മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സുൽത്താൻ അൽ നയാദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അറ്റാൽ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത്.
MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായർ. വിങ്സ് ഇന്ത്യ 2024 വേദി. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് C-130J സൂപ്പർ ഹെർക്കുലീസ്. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത്. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹനായത് പുനലൂർ സോമരാജൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അടുത്തിടെ നായ മാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം. അടുത്തിടെ നായ മാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷം 2023. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളം. തിരുവനന്തപുരം ജില്ലയിലാണ് ആഴാക്കുളം സ്ഥിതി ചെയ്യുന്നത്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി പ്രാപ്യം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ പങ്കജ് ത്രിപാഠി. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോർ. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമാഷിത. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവി. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവി കുമാരനാശാൻ. ജമ്മുകാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ
ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തി. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം. സാത്വിക് സായ്രാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. സാത്വിക് സായ്രാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. കുച്ച് ബെഹാർ ട്രോഫി ഫൈനലിൽ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം. കുച്ച് ബെഹാർ ട്രോഫി ഫൈനലിൽ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം പ്രഗർ ചതുർവേദി. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശ്. 40 വർഷത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ: INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭീർ. INS ചീറ്റ, INS ഗുൽദാർ, INS കുംഭീർ. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത്. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ്ങിൽ വിതരണ കേന്ദ്രം തുറന്നത് ബുർജ, ഉത്തർപ്രദേശ്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം ഡ്രീം ഓഫ് വിന്റർ, ലവ് എമോങ് ഏഷ്യ. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത്. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത് റാഫേൽ നദാൽ. അടുത്തിടെ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക്ക് ആരംഭിച്ചത്. അടുത്തിടെ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന AI സപ്പോർട്ടഡ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക്ക് ആരംഭിച്ചത് ഉധംപൂർ. ബ്രാൻഡ് ഫിനാൻസിന്റെ IT സർവീസ് റാങ്കിംഗ് 2024 ഒന്നാം സ്ഥാനത്തുള്ളത്. ബ്രാൻഡ് ഫിനാൻസിന്റെ IT സർവീസ് റാങ്കിങ്ങിൽ 2024 ഒന്നാം സ്ഥാനത്തുള്ളത് അസെഞ്ചർ. രണ്ടാം സ്ഥാനം TCS. മൂന്നാം സ്ഥാനം ഇൻഫോസിസ്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് റയൽ മാഡ്രിഡ് FC. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി അരുണാചൽ പ്രദേശ്. 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗിൽ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബംഗളൂരു. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യം ഉള്ള രാജ്യം. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യം ഉള്ള രാജ്യം അമേരിക്ക. ഇന്ത്യക്ക് 4ാം സ്ഥാനം. 2024 ഗ്രാൻഡ് പ്രിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം. 2024 ഗ്രാൻഡ് പ്രിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം രവികുമാർ ദഹിയ. ആയുഷ് ദീക്ഷ സെന്ററിന് തറക്കല്ലിട്ടത്.
ആയുഷ് ദീക്ഷ സെന്ററിന് തറക്കല്ലിട്ടത്? ഭുവനേശ്വർ. സാന്റ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം? സാന്റ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം റോഷിബിൻ ദേവി. ഉത്തർപ്രദേശിലെ ഗൗരവ് സമ്മാൻ 2024 അർഹത നേടിയവർ? ഉത്തർപ്രദേശിലെ ഗൗരവ് സമ്മാൻ 2024 അർഹത നേടിയവർ ഋതു കരിദാൽ ശ്രീവാസ്തവ, നവീൻ തിവാരി. ഋതു കരിദാൽ ശ്രീവാസ്തവ, നവീൻ തിവാരി. രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി? രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ഭോപ്പാൽ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ പുതിയ ചെയർമാൻ? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടി. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ? 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ബസവേശ്വര. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ? സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്ര. ട്രാൻസ്പാരൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം? ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷീ ഇൻ ഷി. സഡക്ക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം? സഡക്ക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത്? ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻവിൽക്കർ. റഷ്യൻ സായുധസേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ? റഷ്യൻ സായുധസേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഒലെഗ് ഒർലോവ്. ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമാകുന്നത്? ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിനി. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലൻഡ് താരം? 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലൻഡ് താരം നീൽ വാഗ്നർ. അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി CEO? അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി CEO എലേന നോർമൻ. പുരുഷ 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം? പുരുഷ 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ. ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ. ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം? ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. അടുത്തിടെ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി? അടുത്തിടെ രാജിവെച്ച
പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് സ്റ്റായെ. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ. BBC-യുടെ പുതിയ ചെയർമാൻ സമീർ ഷാ. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നന്ദിയോട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. വേദി കോഴിക്കോട്. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക ജനീക്ക ഷോപ്മാൻ. ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗിൽ. 38ാമത് മൂലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത്. 38ാമത് മൂലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് കെ രാജഗോപാൽ. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത്. പ്രമോജ് ശങ്കർ. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത് രാജ്യം. മാൾട്ട. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി.
ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ ശാന്തി പ്രയാസ് 4ന്റെ വേദി. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ ശാന്തി പ്രയാസ് 4ന്റെ വേദി നേപ്പാൾ. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ജെറോമിക് ജോർജ്. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. ഓപ്പറേഷൻ സുതാര്യത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. T20 ക്രിക്കറ്റിൽ അതിവേഗം 10,000 റൺസ് തികച്ച താരം. T20 ക്രിക്കറ്റിൽ അതിവേഗം 10,000 റൺസ് തികച്ച താരം ബാബർ അസം. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം എസ്റ്റോണിയ. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ഡോക്ടർ BR അംബേദ്കർ ഭവൻ. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ. അടുത്തിടെ ക്വാഡ് അംഗരാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം. അടുത്തിടെ ക്വാഡ് അംഗരാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം USA. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029ന്റെ വേദി. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029ന്റെ വേദി ബീജിംഗ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ഉപേന്ദ്ര ദ്വിവേദി. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബ്. ലിഗ്നോസാറ്റ് പ്രോബ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഇന്ത്യ. കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി. കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ രവിചന്ദ്രൻ അശ്വിൻ. 12ാമത് അയനം A അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത്. 12ാമത് അയനം A അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പി. VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ. VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. ഇന്ത്യ എനർജി വീക്ക് 2024ന്റെ വേദി. ഇന്ത്യ എനർജി വീക്ക് 2024ന്റെ വേദി ഗോവ.
അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം മീറ്റി റൈസ്. അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം. അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. PJ ആന്റണി ഫൗണ്ടേഷന്റെ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായത്. PJ ആന്റണി ഫൗണ്ടേഷന്റെ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവള്ളൂർ മുരളി. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരൻ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് നിജോ ഗിൽബർട്ട. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് നിജോ ഗിൽബർട്ട. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ദേവിക റേജെ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക 15 ലക്ഷം രൂപ. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ. 11ാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി വേദി. 11ാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി വേദി ദുബായ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ കത്രീന കൈഫ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാം. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റബ്ബ്. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഐവറി കോസ്റ്റ്. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം അഷ്ടലക്ഷ്മി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി.
സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊച്ചി. അടുത്തിടെ യോങ് ഫ്രോയോങ്ങിൽ ശിലാഫലകം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായികതാരം. അടുത്തിടെ യോങ് ഫ്രോയോങ്ങിൽ ശിലാഫലകം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായികതാരം നീരജ് ചോപ്ര. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ്. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. കാലപാശം എന്ന കൃതി രചിച്ചത്. കാലപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മ. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 അർഹനായത്. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 അർഹനായത് റഫീഖ് അഹമ്മദ്. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് TS എന്നത് മാറ്റി TG എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് TS എന്നത് മാറ്റി TG എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന. ബ്രാൻഡ് ഗാർഡിയൻസ് ഇൻഡെക്സ് 2024 1-ാം സ്ഥാനത്തുള്ളത്. ബ്രാൻഡ് ഗാർഡിയൻസ് ഇൻഡെക്സ് 2024 1-ാം സ്ഥാനത്തുള്ളത് ഹോട്ടെങ്മ. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്നത്. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്നത് ഗോവ. അന്തരിച്ച് വർഷങ്ങൾക്കു ശേഷം ഫിഡെയുടെ ഹോണററി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി. അന്തരിച്ച് വർഷങ്ങൾക്കു ശേഷം ഫിഡെയുടെ ഹോണററി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി മാലിക് മിർ സുൽത്താൻ ഖാൻ. അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ കണ്ടെത്തപ്പെട്ട അപൂർവ ഇനം ചിത്രശലഭം. അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ കണ്ടെത്തപ്പെട്ട അപൂർവ ഇനം ചിത്രശലഭം ടെസ്റ്റഡ് അപ്പോളോ. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി LK അദ്വാനി. അടുത്തിടെ രാജിവെച്ച പഞ്ചാബ് ഗവർണർ. അടുത്തിടെ രാജിവെച്ച പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലെഗ് കൊനോനെങ്കോ. ഒലെഗ് കൊനോനെങ്കോ. 2024 ഒളിമ്പിക്സ് ദീപശിഖാ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ. 2024 ഒളിമ്പിക്സ് ദീപശിഖാ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്ര. 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത്. 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി. ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി ലാവോസ്. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ.
ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. 2024 കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് വെയിൽ അൽ ദാഹ്ദോ. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം 2024. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി ന്യൂഡൽഹി. ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി. ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ന്യൂറാലിങ്ക്. ICCയുടെ വാർഷിക പൊതുയോഗം 2024 വേദി. ICCയുടെ വാർഷിക പൊതുയോഗം 2024 വേദി ശ്രീലങ്ക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. 2024 ആബേൽ പുരസ്കാരം നേടിയത്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കൽ തലാഗ്രാൻഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം 346 രൂപ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 148ാമത് സമ്മേളനത്തിന്റെ വേദി. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 148ാമത് സമ്മേളനത്തിന്റെ വേദി ജനീവ. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ്. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC. 2024 FIHന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം. 2024 FIHന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. BPRDയുടെ പുതിയ ഡയറക്ടർ ജനറൽ. BPRDയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ശർമ്മ. NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദ്. IPLലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത്. IPLലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത.
മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത റൂമി അൽഖ്താനി. T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. 2024 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ശ്രീജ അകുല. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് കാർലോസ് സെയിൻസ്. 2023-24 വർഷത്തെ ഇന്ത്യ വുമൺസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ. 2023-24 വർഷത്തെ ഇന്ത്യ വുമൺസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ COP13 വേദി. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ COP13 വേദി ബ്രസീൽ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടൻ. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി ബന്ധു പദ്ധതി. അടുത്തിടെ ഛിന്നഗ്രഹമായ 2005 X-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? അടുത്തിടെ ഛിന്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ജയന്തമൂർത്തി. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണറാകുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണറാകുന്നത് യെസ് ബാങ്ക്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ് ജി സത്യൻ. ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദി. ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദി ശ്രീനഗർ.
2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ: റഷ്യ, ബെലാറസ്. മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാവിഭാഗം. മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാവിഭാഗം: RPF. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകപ്പെട്ടത്. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകപ്പെട്ടത് കിരൺ റിജിജു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്